ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 1 കിലോ പച്ചരി നമുക്ക് 2 hours കുതിർക്കാനിടാം. ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. 2-3 പ്രാവശ്യം അതിലുള്ള അഴുക്കൊക്കെ പോകുന്നവരെ കഴുകിയിട്ട് കുതിർക്കാനിട്ട് ഇപ്പോൾ ഞാൻ അതിൽ ഒരു തുള്ളി വെള്ളം കൂടെ ഇല്ലാത്തതുപോലെ ആക്കിയിട്ട് നമുക്കിപ്പോൾ അതിനെ ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു കാര്യം കൂടെ ചേർക്കണം, ശർക്കരപ്പാനി. അതിനായിട്ട് നമുക്ക് വേഗം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇവിടെ ഞാൻ 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 1 കിലോ പച്ചരിക്ക് 3/4 കിലോ ശർക്കര. വേണമെങ്കിൽ നല്ല മധുരം വേണമെന്ന് ആഗ്രഹമുള്ളവർ 1 കിലോ ശർക്കര ചേർക്കാം, പക്ഷേ ഇത് ധാരാളം മതിയാവും. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് ചൂടാക്കിയെടുക്കാം. ഇതിനിങ്ങനെ പ്രത്യേക കമ്പിപ്പതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് മാറിയിട്ട് ഫിൽട്ടർ ചെയ്ത് ശരിക്കും തണുത്തതിന് ശേഷം ആ മിക്സി ജാറിലോട് കൂടെ ചേർത്ത് അരിയോടൊപ്പം ചേർത്ത് അരച്ചെടുക്കണം. ഇപ്പോൾ എല്ലാ ശർക്കരയും ഒന്ന് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ശർക്കര പാനി ശരിക്കും തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് ഫിൽട്ടർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഇതങ്ങ് തീരെ നൈസായിട്ടൊന്നും അരയേണ്ട ആവശ്യമില്ല. നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കില്ലേ, അതുപോലെ ചെറിയൊരു തരിതിരിപ്പൊക്കെ ഉണ്ടാവാം. അപ്പം നമുക്കിതിലോട്ട് 7 പാളയംതോടൻ പഴം കൂടെ ചേർത്ത് അരക്കുകയാണ്. ഇതിന് പാളയംതോടൻ പഴം തന്നെ ചേരുള്ളൂ, വേറെ ഒരു പഴവും ചേർക്കാൻ പാടില്ല. അതിൻ്റെ നമ്പറിൽ 1 2 കുറഞ്ഞോ കൂടിയോ ഒക്കെ ഇരുന്നാലും കുഴപ്പമില്ല. ഇതോടൊപ്പം 1 സ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു മണം കിട്ടും. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കി വെച്ചിരുന്ന ശർക്കര പാനി കൂടെ ഞാനിതിൽ മിക്സ് ചെയ്ത് കേട്ടോ, കാരണം അത് മധുരം അല്പം കുറവായിരുന്നു. സോ ഞാൻ എടുത്ത ശർക്കര അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടു. 1 കിലോ അരിക്ക് 3/4 കിലോ ശർക്കര മതിയാവും. മധുരം കുറച്ചുകൂടെയൊക്കെ വേണമെന്നുള്ളവർ കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടിക്കൊള്ളാം, പക്ഷേ ഇത് കറക്റ്റായിരിക്കും. ഇത് കുറഞ്ഞതൊരു 2 to 3 hours എങ്കിലും പുളിക്കാൻ വയ്ക്കണം. ഫെർമെൻറ്റേഷൻ നടന്നാൽ മാത്രമേ തന്നെ കുറച്ച് നല്ല സോഫ്റ്റായിട്ടൊക്കെ വരികയുള്ളൂ. ഏകദേശം 4 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് ആദ്യത്തിനേക്കാളും കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട് മാവ്. ഈ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം നോക്കിയിട്ട്. അതിങ്ങനെ ഒഴിക്കുമ്പോൾ ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസാവണം. നമുക്കിനി ഇതിൽ കുറച്ച് തേങ്ങ വറുത്ത് ഇടേണ്ടതുണ്ട്. നെയ്യിൽ തേങ്ങ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് വറുത്ത് ഇതിൽ ചേർക്കണം. ചേർത്തിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് ഇത്തിരി തേങ്ങ, 1 കപ്പ് തേങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. നെയ്യിൽ വറുത്ത് കോരി തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ചുടാം. പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി നേരം അങ്ങനെ വച്ചിരിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമുക്കിപ്പോൾ ഇതിനെ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച്, അതായത് 1 സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ചിലർ ജീരകം ചേർക്കാറുണ്ട്, ചെറിയ ജീരകം. രണ്ടും തന്നെ ഉണ്ണിയപ്പത്തിനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. ചുട്ടു വെച്ചിരുന്ന് കാണുമ്പോൾ ഇടയിലിടയിൽ തേങ്ങാക്കൊത്ത് പിന്നെ എള്ള് ഇങ്ങനെയൊക്കെ കാണാൻ ഒരു ഭംഗിയാണ്. കുറച്ച് എള്ളിടാണ്.
ഞാനിപ്പോൾ ഉണ്ണിയപ്പം ചുടാനുള്ള ഉണ്ണിയപ്പക്കര എന്ന് പറയും, അതിലേക്ക് കടലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. പൊതുവേ പലഹാരങ്ങൾ ചെയ്യണതിന് കടലെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാളൊന്നും അങ്ങനെ ഇരിക്കില്ല. കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ കടലെണ്ണയോ സൺഫ്ലവർ ഓയിലോ, ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒന്നിനും ഉപയോഗിക്കാറില്ല. കടലെണ്ണ, നല്ലെണ്ണ, വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആൾറെഡി നെയ്യ് ഞാൻ ആ മാവിൽ വറുത്തിട്ടിട്ടുണ്ട്, തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്. എങ്കിലും ഇതിൽ കുറച്ചൊരു മിക്സിങ് ഒരു ടേസ്റ്റ് കൂട്ടും ഉണ്ണിയപ്പത്തിന്. ഇത് കറക്റ്റാണ്. ഞാനൊരു ഉണ്ണിയപ്പം ചെയ്തിട്ട് 1 വർഷം ആവുന്നതിൽ ഈ കല്ലിൽ, ഈ ഉണ്ണിയപ്പക്കരയിൽ. കഴിഞ്ഞ ദീപാവലിക്ക് ചെയ്തു, എന്നിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത്. അത് കാരണം ഇത് എങ്ങനെയാണ് ഫസ്റ്റ് ടൈം എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും നമുക്കൊന്ന് ശ്രമിക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഇളകി വരും. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പാളി പോയാൽ ആദ്യത്തെ ഇത് മാത്രം തന്നെ പ്രശ്നമാവുള്ളൂ, അത് കഴിഞ്ഞുള്ളതൊക്കെ കറക്റ്റാണ് വരും. നമുക്കിത് നോക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിൽ കുറച്ചായിട്ട് ഒഴിക്കാം. അതിൻ്റെ ഓരോ ആ കുഴികൾ നിറഞ്ഞങ്ങ് പുറത്ത് വരാൻ പാടില്ല മാവ്. അത് പൊങ്ങി വരുമ്പോൾ അതിനൊരു സ്പേസ് വേണമല്ലോ, അത്രയും സ്പേസ് വിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് ആദ്യം ഇട്ടതിന് അത് ഇടയ്ക്കങ്ങ് അങ്ങനെ പൊങ്ങി വരും കേട്ടോ. വെന്ത് കഴിയുമ്പോൾ ഒന്ന് പൊങ്ങി വന്നോളൂ. ഇങ്ങനെ 1 സ്പൂണും 1 ഫോർക്കും കൂടെയൊക്കെ ഉപയോഗിച്ച് എനിക്ക് വളരെ കറക്റ്റായിട്ട് വരണുണ്ട് കേട്ടോ, പ്രശ്നമില്ല. ഇടയ്ക്ക് ഞാൻ പണിയാരം ചെയ്തു. മോൻ്റെ ബർത്ത്ഡേക്ക് ഇതിൽ ഞാൻ പണിയാരം ചെയ്തു. കറക്റ്റ്. നമ്മൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ സീസണിങ് ചെയ്യണം. സീസണിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് നേരം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടേക്കണം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങനെ തണുക്കാൻ അങ്ങനെ ഇട്ടേക്കണം. അങ്ങനെ കുറേ ടെക്നിക്സൊക്കെ ഉണ്ട്. നമുക്കിത് സിമ്മിൽ വെച്ച് വേവിക്കാം കേട്ടോ, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും. മറിച്ചിടുന്ന സമയം സിമ്മിലാക്കി കൊടുക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. എണ്ണയാണ്, മറിച്ചിടുമ്പോഴൊക്കെ എണ്ണ പുറത്ത് തെറിക്കാതെ നോക്കിക്കൊള്ളണം. ഞാൻ കുറച്ചുകൂടെ ഒരു വലിയൊരു ഫോർക്ക് എടുക്കാൻ പോവുകയാണ്. ഇത് കുറച്ച് കയ്യിൽ ഭയങ്കര ഹീറ്റ് അടിക്കുകയാണ്. ഒരു കമ്പി ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് നമുക്കൊന്ന് കോർത്തെടുക്കാം, കുത്തി കുത്തി കോർത്തെടുക്കാം. ഇതിങ്ങനെ ഓരോന്നായി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ മാവ് ഓരോന്നായിട്ട് ഒഴിച്ച് ചുട്ടെടുക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ 1 കിലോ അരിക്ക് 3/4 കിലോ ശർക്കര വെച്ചിട്ട് ചെയ്താൽ മതി, സൂപ്പറായിട്ടിരിക്കും. വളരെ ഈസിയായ മെത്തേഡിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അറിഞ്ഞൂടാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഇതേ റേഷ്യോയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.